എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് 2025 ഒരു നല്ല ന്യൂസ് ഇന്നലെ കണ്ടത്. എന്താ കാര്യം പറ. പറഞ്ഞാലും വിശ്വസിക്കൂല. നനച്ച വണ്ടി കിട്ടിയ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലം എന്നധികം പോഴത്തെ വഷളാക്കരുത്. ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഒടുവിൽ നനച്ച വണ്ടി കയറി ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടു എന്നുള്ള ന്യൂസൊക്കെ പുറത്തു വരുന്നത്. മന്ത്രിമാരെക്കാൾ പവറല്ലേ ഞാനങ്ങോട്ട് കയറി ചെന്നത്. അയാൾ വിറച്ചു പോയില്ലേ. വിജയ് സാറിനെ കണ്ടു. ലൊക്കേഷനിലാണ്, കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒന്നും മൊബൈലിൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇപ്പൊ ഉണ്ണിക്കണ്ണൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. പക്ഷെ ഇത് എഡിറ്റഡ് ഫോട്ടോ ആണ് എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ എന്തിനു ഉണ്ണിക്കണ്ണൻ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പോ അതൊരു പിടുത്തമില്ലേ. ആണെങ്കിലും ആശാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇപ്പൊ ലിറ്ററലി കയറി പോണ ഒരു അവസ്ഥയാണ്. പക്ഷെ കണ്ടു കാണും. കുറെ പേര് ഇങ്ങനെ ചോദിച്ചപ്പോ ആരെങ്കിലും ഇങ്ങനെ എഡിറ്റ് ചെയ്ത ഫോട്ടോ എടുത്ത് കൊടുത്ത പെട്ടതായിരിക്കും. ഇത് ഗോട്ട് സിനിമയുടെ ലൊക്കേഷനിൽ വേറൊരാളുടെ ഒപ്പം എടുത്ത ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനോ. എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറെപ്പോക്ക് ഉറപ്പാണ്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അവര് വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. വിജയണ്ണൻ എന്നെ സെറ്റിന്ന് തൊഴിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്നത്. തനിക്കിവിടെ കുറച്ച് സ്വാതന്ത്ര്യം തന്നു കരുതി മേലാൽ ഇമാതിരി മണ്ടത്തരങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നള്ളിക്കരുത്. നേരെ കൊണ്ടുവന്ന് കുറെ നേരം സംസാരിച്ചു. എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ വന്ന്, അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴിയിൽ വന്നവിടെ. ഞാൻ പറഞ്ഞു, എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ ഞാൻ കുറച്ച് ഓവറായില്ലേ? മോശമായി പോയി. ഇന്ന് ഇത്രയും മതി, ധാരാളായി. ഇനി നാളത്തേക്ക് മതി.